ആരെ വേണം? യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 39. പെസഹ പെരുന്നാളിൽ ഒരു തടവുകാരനെ സ്വതന്ത്രനാക്കി വിട്ടു തരുന്ന പതിവുണ്ടല്ലോ. യഹൂദന്മാരുടെ രാജാവിനെ ഞാൻ മോചിപ്പിച്ച് തരട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ പെസഹയിൽ ഞാൻ നിങ്ങൾക്കൊരുവനെ വിട്ടു തരിക പതിവുണ്ടല്ലോ, അതിനാൽ യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടു തരട്ടെ. 2 തർജ്ജിമയിൽ നിന്നാണ് വായിച്ചത്. അവരുടെ മറുപടി, ഇവനെ വേണ്ട, ബർബാസിനെ മതി എന്ന് നിലവിളിച്ചു. ബർബാസോ ഒരു കവർച്ചക്കാരൻ ആയിരുന്നു. വേണ്ട, ഇയാളെ വേണ്ട, ബർബാസിനെ ഞങ്ങൾക്ക് മോചിച്ചു തരിക എന്ന് അവർ ഉച്ചത്തിൽ ആർത്തു വിളിച്ചു. എന്നാൽ ബർബാസ് ഒരു വിപ്ലവകാരി ആയിരുന്നു. ബർബാസിനെ പറ്റി 2 തർജ്ജിമകളിൽ നിന്ന് 2 ആശയങ്ങൾ കിട്ടുന്നു. ഒന്ന്, അവനൊരു കവർച്ചക്കാരൻ ആയിരുന്നു. 2, അവൻ ഒരു വിപ്ലവകാരി ആയിരുന്നു. വിപ്ലവകാരികൾ പൊതുവെ കവർച്ച ചെയ്യാറില്ല. പക്ഷേ അവരുടെ ആശയത്തിൻ്റെ പ്രാബല്യത്തിന് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി അവർ ചിലപ്പോൾ ചിലരെ കൊല്ലുകയോ ചിലത് കൊള്ളയടിക്കുകയോ ചെയ്യും. അതവരുടെ വിപ്ലവ ആശയത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ്, അഥവാ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇപ്പോൾ അക്കാലത്ത് നിലവിലുള്ള ഒരു തീവ്രവാദ സംഘടനയിലെ ലീഡേഴ്സ് ആയിരിക്കാം ഈ ബർബാസും മറ്റ് തടവുകാരും, യേശുവിൻ്റെ ഇടവും വലവും കിടന്നവരും. അപ്പോൾ ഇദ്ദേഹം ഒരു പുരോഹിതനെ വധിച്ച കേസിൽ പ്രതിയാണെന്നും ഏതോ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ യഹൂദന്മാർ ഏറ്റവും വെറുക്കുന്ന നീചനായ ഒരു കുറ്റവാളിയാണ് ബർബാസ്. കരുണയില്ലാതെ വിപ്ലവകാരിയായി നടക്കുന്ന ആളുകളെ കേട്ടിട്ടില്ലേ? ടെററിസ്റ്റുകൾ. ഇന്ന് ലോകത്തെ മുഴുവനും വിറപ്പിക്കുന്ന ടെററിസ്റ്റുകൾ ഉണ്ടല്ലോ. ഇസ്രയേലും ഹമാസും ഇറാനുമൊക്കെ ഉൾപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വാർത്തകൾ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പോലും മനുഷ്യത്വരഹിതമായി ഉപദ്രവിക്കുകയും വധിക്കുകയും ചെയ്യുന്നവരാണ് ഇങ്ങനെയുള്ള വിപ്ലവകാരികൾ. അവരോട് ചോദിച്ചാൽ അവർ പറയും അവരൊരു ആശയത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു. അപ്പം ഇപ്രകാരമുള്ള കണ്ണിച്ചോരയില്ലാത്ത ബർബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന് നിലവിളിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് എല്ലാ വർഷവും ഉത്സവ സമയത്ത് ഒരു തടവുകാരന് മാപ്പ് കൊടുക്കാറുണ്ട് പീലാത്തോസ്. നമ്മുടെ നാട്ടിലും ചില പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ ചില തടവുകാർക്ക് മാപ്പ് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ സത്യമെന്ത്, നീ രാജാവ് തന്നെയാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുള്ള വാക്കും പീലാത്തോസിൻ്റെ ചങ്ക് ഉടച്ചു, നടു ഒടിച്ചു. തീരുമാനമെടുക്കാൻ കഴിയാതെ കുഴഞ്ഞവനും തളർന്നവനുമായി മനുഷ്യൻ ഒരു ഒഴികഴിവ് കണ്ടുപിടിച്ചതാണ് ഞാൻ പെസഹ ദിവസത്തിൽ, ഉത്സവ ദിവസത്തിൽ വിട്ടുകൊടുക്കാറുള്ള, മാപ്പ് കൊടുക്കാറുള്ള ആ പട്ടികയിൽ യേശുവിനെ ചേർക്കട്ടെ. യഹൂദന്മാരൊന്നടങ്കം പറഞ്ഞു, വേണ്ട, ബർബാസിനെ മതി. ഈ സന്ദേശം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഒരു ചോദ്യം ചോദിക്കാം, നിനക്ക് ആരെ വേണം? യേശുവിനെയും ബർബാസിനെയും ഒരുമിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയുകയില്ല. ഒന്നുകിൽ യേശു അല്ലെങ്കിൽ ബർബാസ്, ഒന്നുകിൽ ലോകം അല്ലെങ്കിൽ യേശു, ഒന്നുകിൽ പിശാച് അല്ലെങ്കിൽ യേശു. ഒന്നുകൂടെ നമുക്ക് ഉറപ്പിക്കാം, യേശു മതി, എനിക്ക് യേശു മതി. തീർത്ത് പറയാം, തീർത്ത് പാടാം. ആമേൻ.